നമ്മളൊരു കാഴ്ച കാണാനായിട്ട് പോകാൻ കേട്ടോ. അതിനു മുമ്പേ ഉള്ളൊരു വേറൊരു കാഴ്ചയാണ് ഈ പശുക്കളെ ഇങ്ങനെ മേയാൻ വിട്ടിരിക്കുന്നത്. നമുക്കിനി ആ കാഴ്ചയിലേക്ക് പോകാം. എന്താണ് കാഴ്ച എന്ന് നമുക്ക് നോക്കാം. ഇനിയാണ് നമ്മൾ യഥാർത്ഥ കാഴ്ച കാണാൻ പോകുന്നത്. ഒരു സൂര്യകാന്തി തോട്ടം ആയാലോ, ഏക്കർ കണക്കിനുള്ള ഒരു സൂര്യകാന്തി തോട്ടം നമ്മുടെ മധുരയിൽ നിന്ന് വരുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ ആ സൂര്യകാന്തി പാടം. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നീളത്തിനാണ് ഇത് വ്യാപിച്ച് കിടക്കുകയാണ് ഈ സൂര്യകാന്തി പാടം. നല്ല വലിയ പൂക്കളാണ്. നമ്മൾ നേരത്തെ ഇതൊക്കെ കണ്ടിട്ടുള്ള സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇപ്പം നമുക്ക് തമിഴ്നാടിൻ്റെ തന്നെ പല ഭാഗത്തും ഇതേപോലുള്ള സൂര്യകാന്തി പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഒരുപാട് പൂക്കളില്ലേ? പൂക്കളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് അങ്ങ് ബാക്കിലോട്ടൊക്കെ കിടപ്പുണ്ട്, പൂത്തുനിപ്പുണ്ട്. ഇത് ഗുജറാത്തിലെ ഗിർ ഇനത്തിലുള്ള പശുവാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഒരു കാഴ്ചയും കൂടെ. എങ്ങനെയുണ്ട് സൂര്യകാന്തി പാടം? അടിപൊളിയല്ലേ? ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടെ കണ്ടില്ലേ, ആ ഗീർ ഇനത്തിൽപ്പെട്ട പശുക്കളെയും കണ്ടല്ലോ. ആ പുള്ളിയാണ് ഇവിടെ ഈ സൂര്യകാന്തി പാടത്തിൽ കൃഷി നടത്തിയിരിക്കുന്ന ആൾ. അതുകൊണ്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പൂക്കളൊന്നും പറിക്കരുത്, ഇല്ല കായൊന്നും തുടരുത് എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു പുള്ളിയോട്. അപ്പോൾ ഓക്കെ, ചെയ്തോളാൻ പറഞ്ഞു. ബാക്കി നമുക്ക് വീണ്ടും കുറച്ചുകൂടെ കാണാം കാഴ്ചകൾ. ഓക്കെ, ഒരുപാട് വലിയ പൂക്കളാണ് കേട്ടോ. അതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാറ്റാടിപ്പാടമുണ്ട്, വലിയൊരു പൂവാണ്. ഇത് കണ്ടോ ഈ പൂവിനകമൊക്കെ? നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തൊക്കെ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ സുന്ദരപാണ്ഡ്യപുരത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ക്യാഷ് വാങ്ങാറുണ്ട്. അതായത് നമ്മളിവിടെ ഈ ഒരു സൂര്യകാന്തി പാടം സന്ദർശിക്കുമ്പോൾ അതിനവർ നമ്മൾ 20 രൂപ വാങ്ങുന്ന ആൾക്കാരുണ്ട്, 50 രൂപ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പിൽ ക്യാഷ് വാങ്ങാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ കയ്യിൽ നിന്ന് 1 രൂപയും അവർ വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് കാണാൻ വരുന്നവർ നമ്മൾ മധുരയിൽ നിന്ന് ശിവകാശിയിലേക്ക് വരുന്ന ആ റൂട്ടാണ് കേട്ടോ. ശിവകാശി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഹൈവേ സൈഡിലായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ കാണുന്നവർക്ക് അതുവഴി പോകുന്നവർക്കുണ്ടെങ്കിൽ വന്ന് കാണാം. കാരണം അതിനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഇവിടം വരെയൊക്കെ വന്നാൽ ഒരുപാട് ക്യാഷാവും. എൻ്റെ ഈ സൂര്യകാന്തി പാടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.